ഗൈസ് ഇന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിലും മറ്റേ എവിടെയാണ് സുഭാഷ് പാർക്കിലും എറണാകുളത്ത് സുഭാഷ് പാർക്കിലും പോകാൻ. അപ്പം നമുക്ക് കസിൻസ് മാത്രമായിട്ട് 3 പേരുമായിട്ട് പോവാം. കസിൻസ് മാത്രമായതുകൊണ്ട് തന്നെ ട്രിപ്പ് അടിപൊളിയാക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആവശ്യം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആദ്യത്തെ വട്ടമാണ് ഞങ്ങൾ ഇങ്ങനെ കസിൻസ് മാത്രമായിട്ട് പോകുന്നത് തന്നെ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ നേരെ എറണാകുളം മേനക എന്നുള്ള ഒരു ഭാഗത്തേക്കുള്ള ബസ് കയറി. അവരാണെങ്കിൽ അടുത്ത സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ബസ്സിലൊക്കെ നല്ല പാട്ടായിട്ട് ജോളിയായിട്ട് ഒരു 1.5 മണിക്കൂർ സമയം യാത്രയുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എന്നിട്ട് ആദ്യം എത്തിയത് മറൈൻ ഡ്രൈവാണ്. രണ്ടും അടുത്താണെങ്കിലും മറൈൻ ഡ്രൈവിൽ ആദ്യം കയറാമെന്ന് വെച്ചു. പിന്നെ അവിടുന്ന് ഭയങ്കര ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടാണ് നടന്നത് തന്നെ. അവിടുന്ന് നല്ല കൂടുതലും ആൾക്കാരുടെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. പിന്നെ രസമാണ്, ഇരിക്കാനൊന്നും മതിയില്ല, ഇങ്ങനെ നടക്കുക. അധികമൊന്നുമില്ല, നല്ല വെയിലത്ത് അത്യാവശ്യം വെയിലായിരുന്നു. ഞങ്ങളെല്ലാവരും കസിൻസൊക്കെ ആയിട്ട് അത്യാവശ്യം അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ അവിടുന്ന് പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള ഇത്രയും ദൂരം വന്നില്ലേ, ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാതെ പോയാൽ മോശമല്ലേ. അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറഞ്ഞ സ്ഥലത്ത് വന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്ഥലം തപ്പുന്നത് നീ കാണുന്നത്. സ്ഥലം തപ്പി നല്ല കുറേ ഫോട്ടോസ് കിട്ടി. പിന്നെ ലൈസും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ നേരെ സുഭാഷ് പാർക്കിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ലൈസൊക്കെ മേടിച്ചിരിക്കുന്നത്. അതും സെയിം തന്നെയാണ്, നടക്കുക, വേറൊന്നുമില്ല. പാർക്കിലാണെങ്കിൽ ഇത്രയും വലിയ പിള്ളേരൊന്നും കയറ്റത്തോലുമില്ല, ഇങ്ങനെ നടക്കുക. ഇതേപോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, ഇരിക്കുക, നടക്കുക, കഴിക്കുക. അതിനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയത് തന്നെ. ഒരു 2:30-3 മണിക്ക് ഇറങ്ങി ഞങ്ങൾ 7 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തണം തിരിച്ച്. അങ്ങനെ വീണ്ടും ഈ വെയിലത്തൊക്കെ നടന്ന് ക്ഷീണിച്ച് കാല് വയ്യാതെ അവസാനം ഞങ്ങൾ തിരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ബ്രോഡ്വേയിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വയ്യ, അത്രയ്ക്ക് തിരക്കായിരുന്നു. എപ്പോഴും ബംഗാളികൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഈ പ്രാവശ്യം മൊത്തം മലയാളികളായിരുന്നു. കാരണം നാളെ ഓണമാണല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു പരിപാടി കാരണമായിരിക്കും മൊത്തം മലയാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. എവിടെ നോക്കിയാലും സാരിയും കാര്യങ്ങളും ഒക്കെ. അവസാനം കാല് വയ്യാതെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഒരു 7 മണിക്കുള്ളിൽ തന്നെ എത്തി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.